മന്ത്രം അഞ്ചാം തന്ത്രത്തിലെ അതിപ്രധാനമായ ഒരു കാണ്ഡത്തിലേക്കാണ് നാം കിടക്കുന്നത്. ഭക്തിയോഗം. നമുക്ക് ആ ഭക്തിയോഗത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ പാടൽ നോക്കാം. ഉയിരിനുയിരാം ഈശൻ ഇരിപ്പതിനെ അറിയുന്നതാർക്കും ജ്ഞാനപൂജയായി ഭവിച്ചിടും. ഉയിരിന് പ്രകാശത്തെ നൽകുന്നൊരീശ്വരൻ തന്നെ വശമായി തന്നുള്ളിൽ നോക്കിയിടുന്നത് യോഗപൂജ. അപ്പോൾ ഭക്തിപൂജയെ തിരുമൂലദേവൻ വിളിക്കുന്നത് ജ്ഞാനപൂജയെന്നും യോഗപൂജ എന്നുമാണ്. ഉയിരിനുയിരായി നിൽപ്പതീശ്വരൻ. ഉയിരിൻ്റെ ഉയിരാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശൻ. അപ്പോൾ ശിവൻ എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ ഉയിരിനും ഉയിരാണ്. അപ്പോൾ ഹൃദയവാസിയായ ശിവൻ നമ്മുടെ ഉയിരിനും ഉയിരാണ്. അറിയുന്നതാർക്കും ജ്ഞാനപൂജയായി ഭവിച്ചിടും. ഈ ഭക്തിപൂജ തന്നെ എന്താണ്? ജ്ഞാനപൂജയാണ്. ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും. ഇന്ദ്രിയങ്ങളെ ഒടുക്കി വികാരങ്ങളെ ഒടുക്കി ജ്ഞാനമാർഗത്തിലേക്ക് നയിക്കാൻ ഈ ഭക്തിപൂജ കൊണ്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഭക്തിപൂജയെ തിരുമൂലദേവൻ ജ്ഞാനപൂജ എന്ന് വിളിക്കുന്നത്. പിന്നെയോ ഉയിരിന് പ്രകാശത്തെ നൽകുന്നൊരീശൻ. ഉയിരിന് പ്രകാശത്തെ നൽകുന്നത്, അതായത് ഉയിരിനെ തന്നെ പ്രകാശമാക്കി മാറ്റുന്ന, ശിവപ്രകാശമാക്കി മാറ്റുന്ന, ശിവ ഒളിയാക്കി മാറ്റുന്ന ഈശനാണ് ശിവൻ. അപ്പോൾ ഓർത്ത് നോക്കൂ, നമ്മുടെ ജീവനെ തന്നെ ശിവമയമാക്കി മാറ്റുന്ന ശിവ ഒളിയാണ് ഭക്തിപൂജ. പിന്നെ തന്നുള്ളിൽ നോക്കിയിടുന്നവർക്കെല്ലാം ഇത് യോഗപൂജ. അപ്പോൾ ഈ ഭക്തിപൂജ എന്താണ്? യോഗപൂജയും കൂടിയാണ്. അപ്പോൾ ജ്ഞാനയോഗങ്ങളെക്കാൾ മെച്ചമാണ് ഭക്തിപൂജ എന്ന് തിരുമൂലദേവൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ജ്ഞാനമാർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് നമ്മളെ എത്തിക്കാൻ ഈ ഭക്തിപൂജയ്ക്ക് കഴിയും. അതുകൊണ്ട് ഭക്തിപൂജയെ തിരുമൂലദേവൻ വിളിക്കുന്നത് യോഗപൂജ എന്നാണ്. യോഗാത്മകമായ തലത്തിലേക്ക് ശിവനുമായി ഐക്യം പ്രാപിക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഭക്തിമാർഗമാണ് എന്നുകൂടി തിരുമൂലദേവൻ ഇവിടെ ധ്വനിപ്പിക്കുന്നു. അതുകൊണ്ട് ഭക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിപ്രാചീന കാലം മുതൽ വേദ ഇതിഹാസ ആഗമ കാലങ്ങൾ മുതൽ തന്നെ ഭക്തിക്ക് വളരെ പ്രാധാന്യം ഭാരതീയർ നൽകിയിരുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ വ്യക്തമാക്കുന്ന കൃതി ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ഭക്തിയോഗം എന്നാണ്. ഇത് ഭക്തി വേദാന്ത സ്വാമികൾ അതിഗംഭീരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഭക്തി വേദാന്ത സ്വാമികൾ എന്നാണ്. അപ്പോൾ അതിലെ നമുക്ക് പ്രധാനമായിട്ടും ഒരു ശ്ലോകം നോക്കാം. ഭഗവത്ഗീതയിലെ ഭക്തിയോഗത്തിലെ ഒരു ശ്ലോകമുണ്ട്. 9-ാമത്തെ ശ്ലോകമാണത്. അഥ ചിത്തം സമാധാതും ന ശക്തനോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിഷ്ടാപതും ധനഞ്ജയ. അതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ ധനഞ്ജയ, അല്ലയോ അർജുന, എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. അപ്പോൾ മറ്റ് പല മാർഗങ്ങളും ക്ലിഷ്ടമാണ് എന്ന് കൂടി
ഭഗവാൻ ഇവിടെ സമ്മതിക്കുന്നു. ആ മാർഗങ്ങളിലൊന്നും നിനക്ക് ചേർന്നില്ല എങ്കിൽ നീ അല്ലയോ ധനഞ്ജയ, നീ ഏത് മാർഗം സ്വീകരിക്കണം? ഭക്തി മാർഗം സ്വീകരിച്ച്, കണ്ടോ, എന്നിൽ മനസ്സുറപ്പിച്ച് നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കൂ. അപ്പോൾ ഭക്തിയോഗത്തെ, മറ്റ് യോഗങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പ്രയാസമുള്ളവർക്ക് ഏറ്റവും എളുപ്പമായ ഒരു യോഗ സാധനയാണ്, ഒരു യോഗ പൂജയാണ്, ഒരു ജ്ഞാന പൂജയാണ് ഈ ഭക്തി പൂജ. അതുകൊണ്ട് അല്ലയോ അർജുന, നീ ഭക്തി പൂജയിലൂടെ എന്നെ പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ ഭക്തിവേദാന്ത സ്വാമികൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന കുറച്ച് ഭാഗങ്ങളുടെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം. ഭക്തിയോഗത്തിൻ്റെ 2 വ്യത്യസ്ത പ്രക്രിയകൾ ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. ഒന്നാമത്തേത്, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ദിവ്യപ്രേമത്തോടെ യഥാർത്ഥമായി ആസക്തി വളർത്തിയിട്ടുള്ള ഒരാൾക്ക് യോജിച്ചതാണ് ഈ ഭക്തിമാർഗം. അപ്രകാരം പരമപുരുഷനോട് ദിവ്യപ്രേമത്തോടെയുള്ള ആസക്തി ഉണർന്നു വരാത്തവർക്ക് യോജിച്ചതാണ് മറ്റ് മാർഗങ്ങൾ. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചില വിധിപൂർവകമായ നിബന്ധനകൾ ആചരിക്കേണ്ടതുണ്ട്. അവ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ക്രമേണ ഭഗവാനിൽ ആസക്തി വളർന്നു വരും. ഭക്തിയോഗമെന്നാൽ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കണ്ടോ, ഇവിടെ ഭക്തിവേദാന്ത സ്വാമികൾ പറയുന്നു, എന്താണ് ഭക്തി കൊണ്ട് ആദ്യം ലഭിക്കുന്നത്? ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം, പഞ്ചേന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം ഭക്തിയോഗത്തിലൂടെ നടക്കും. എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയങ്ങളായ ബാഹ്യ വിഷയങ്ങളെ ഉപേക്ഷിച്ച് ഈശ്വരനാകുന്ന വിഷയത്തിലേക്ക് മനസ്സ് തിരിക്കപ്പെടും. ഭൗതിക ജീവിതത്തിൽ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ എപ്പോഴും അശുദ്ധങ്ങളാണ്. ഭക്തിയോഗം കൊണ്ട് അവയെ ശുദ്ധീകരിക്കാൻ കഴിയും. ശുദ്ധി വന്നാൽ അവയെ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യാം. ഈ ഭൗതിക ലോകത്തിൽ നാം ഏതെങ്കിലും ഒരു യജമാനനെ സേവിക്കുന്നുണ്ട് എങ്കിലും വാസ്തവത്തിൽ സ്നേഹത്തോടെയാവില്ല അത് ചെയ്യുന്നത്. വെറും പണത്തിന് വേണ്ടിയായിരിക്കും പലപ്പോഴും ആ സേവനം. യജമാനനുമില്ല സ്നേഹം, നമ്മളോട് യജമാനനും സ്നേഹം ഉണ്ടാവില്ല. നമ്മുടെ സേവനം അയാളും ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം, പകരം പണം തരുന്നു ഇന്ന് മാത്രം. സ്നേഹത്തിൻ്റെ പ്രശ്നമേ വരുന്നില്ല. ആത്മീയ ജീവിതത്തിലാകട്ടെ വിശുദ്ധ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഉയരുക തന്നെ വേണം. അപ്പോൾ ഇവിടെ കൊള്ളക്കൊടുക്കലല്ല സ്നേഹം, ഒരു വ്യാപാരമല്ല സ്നേഹം. ദാ ഇവിടെ ഭക്തിവേദാന്ത സ്വാമികൾ പറയുന്നു, അദ്ദേഹം പറയുന്നു, നോക്കൂ, ഇവിടെ ആത്മീയ ജീവിതത്തിലാകട്ടെ വിശുദ്ധ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഉയരുക തന്നെ വേണം. വിശുദ്ധമായ സ്നേഹം, സ്നേഹത്തിൻ്റെ ഏറ്റവും മാംസനിബദ്ധമല്ല രാഗമെന്ന് കുമാരനാശാൻ പറഞ്ഞത് ഇതിനെയാണ്. ഈ ലോകം മുഴുവനും ഈ ഈശ്വരപ്രേമത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭക്തിപൂർവമായ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഈ തലത്തിലേക്ക് ഉയരാൻ കഴിയും. അപ്പോൾ ഭക്തി എന്നുള്ളത് ഒരർത്ഥത്തിൽ ഒരു സേവനം കൂടിയാണ്, ഈശ്വര പൂജയാണ്, ഈശ്വരനായിക്കൊണ്ട് അർപ്പിക്കുന്ന സേവനം. ആ ഈശ്വരനായിക്കൊണ്ട് അർപ്പിക്കുന്ന സേവനത്തിലൂടെ ഭക്തി പൂജയിലൂടെ ഭഗവാനിൽ നമുക്ക് ലയിച്ചു ചേരാൻ കഴിയും എന്നാണ് ഇവിടെ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമികൾ ഭഗവത്ഗീത വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ നമ്മളോട് പറയുന്നത്. ഈ ഭാഗങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ശരിക്കും നമുക്ക് ഷാഡല്യൻ്റെ ഭക്തിസൂത്രം നോക്കണം. ഷാഡല്യൻ്റെ ഭക്തിസൂത്രം കഴിഞ്ഞാൽ നമ്മെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് നാരദ ഭക്തിസൂത്രമാണ്. അപ്പോൾ ഷാഡല്യൻ്റെ ഭക്തിസൂത്രവും നാരദ ഭക്തിസൂത്രവും എന്താണോ പറഞ്ഞത് അതിനെ വിശദീകരിക്കുന്ന ഒരു മഹാ ഇതിഹാസ പുരാണ കൃതിയാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിലൂടെ കടക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധ പ്രേമത്തിൻ്റെ, ഈ വിശുദ്ധ ഭക്തിയുടെ തലങ്ങളെല്ലാം മനസ്സിലാകും. നമുക്ക് ഇവിടെ സ്വാമി വിവേകാനന്ദൻ്റെ ഭക്തിയോഗം പഠിച്ചു നോക്കാം. അതിലെ കുറച്ച് ഭാഗങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. ഈ കൃതി സ്വാമി വിവേകാനന്ദൻ്റെ ഭക്തിയോഗം എന്ന കൃതിയാണ്. ഇതിൽ
ഭക്തിയെക്കുറിച്ച് ഇന്നേ വരെ ഭാരതത്തിലുണ്ടായ എല്ലാവിധ അറിവുകളെയും സ്വാമി വിവേകാനന്ദൻ ഈ ഭക്തിയോഗം എന്ന ഗ്രന്ഥത്തിൽ സമാഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലേക്കൊന്ന് കിടക്കണം. അതിനുശേഷം നമുക്ക് തിരുമൂലരുടെ ഭക്തികാവ്യത്തിലേക്ക് കിടക്കാം. ഇതാ നോക്കൂ, ഭക്തിയോഗം ആരംഭിക്കുന്നത് തന്നെ സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ്: സത്യവും ശുദ്ധവുമായ ഈശ്വരാന്വേഷണമത്രേ ഭക്തിയോഗം. കണ്ടോ, ഭക്തിയോഗത്തിന് സ്വാമി വിവേകാനന്ദൻ കൊടുക്കുന്ന നിർവചനം എന്താ? സത്യവും ശുദ്ധവുമായ. സത്യം എന്നുള്ളതിന് ഇവിടെ നിഷ്കപടം, കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത എന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ശുദ്ധം, ഫലനിരപേക്ഷമായ അവസ്ഥയ്ക്കാണ് ഇവിടെ ശുദ്ധമെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അങ്ങനെ നിഷ്കപടവും ഫലനിരപേക്ഷവുമായ ഈശ്വരാന്വേഷണമാണ് ഭക്തി. അപ്പോൾ ഭക്തിയോഗം എന്നുള്ളത് ഈശ്വരനെ അന്വേഷിച്ച് കണ്ടെത്തൽ തന്നെയാണ്. മറ്റെല്ലാ മാർഗങ്ങളിലും പോലെ തന്നെ ഈശ്വരനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു രജതപാതയാണ്, ഒരു എളുപ്പ വഴിയാണ് ഭക്തിയോഗം. അത് പ്രേമത്തിൽ നിന്ന് ജനിച്ച് പ്രേമത്തിൽ വളർന്ന് പ്രേമത്തിൽ തന്നെ പര്യവസാനിക്കുന്നു. അതാണ് നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നത്. പരമപ്രേമമാണ് ഭക്തിയെന്ന് നാരദൻ പറയുന്നുണ്ട്. പ്രേമത്തിൽ നിന്ന് ജനിക്കുന്നു, പ്രേമത്തിൽ വളരുന്നു, പ്രേമത്തിൽ തന്നെ പര്യവസാനിക്കുന്നു. അങ്ങനെ പരമേശ്വരനെക്കുറിച്ച് പരമപ്രേമോന്മാദം ഒരു നിമിഷ നേരം ഉണ്ടായാൽ മതി. അത് നമുക്ക് നിത്യമുക്തമായ ആ അവസ്ഥ പ്രദാനം ചെയ്യും. കണ്ടോ, ഇതാണ് പരമേശ്വരനെക്കുറിച്ച്, അതായത് ശിവനെക്കുറിച്ചിട്ട് പരമപ്രേമോന്മാദം ഒരു നിമിഷ നേരം ഉണ്ടായാൽ മതി. ആ പ്രേമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, അത് ഉന്മാദാവസ്ഥ, പ്രേമ ഉന്മാദം എന്ന് പറയും. പ്രേമത്തിന് നമ്മുടെ ലൗകിക ജീവിതത്തിലെ പ്രേമത്തിനൊക്കെ 10 അവസ്ഥകളുണ്ട്. ചക്ഷുപ്രീതി, മനസ്സംഗം തുടങ്ങി അത് അവസാനത്തെ സ്റ്റേജിലെത്തുമ്പോൾ അത് പ്രേമ ഉന്മാദമായി മാറും. ആ പരമപ്രേമോന്മാദം ഒരു നിമിഷം, ഒറ്റ നിമിഷം ഉണ്ടായാൽ മതി. അത് നമുക്ക് നിത്യമുക്തമായ ആ പരമപദത്തെ പ്രദാനം ചെയ്യും എന്നാണ് ഇവിടെ സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഭാഗവതത്തിൽ തന്നെ ഒരു ശ്ലോകത്തിൻ്റെ കേവേലന ഹി ഭാവേന ഗോപ്യോ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗത്തിൻ്റെ തർജ്ജിമയാണ്. അതിൻ്റെ അർത്ഥം ഭാഗവതത്തിലെ 11-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ അർത്ഥമാണിത്. കേവലം പ്രേമഭാവം ഒന്നുകൊണ്ട് മാത്രം ഗോപികളും ഗോക്കളും മരങ്ങളും മാനുകളും വിവേകബുദ്ധിയില്ലാത്ത വെറും പാമ്പുകളും മറ്റും പോലും അനായസേന എന്നെ പ്രാപിച്ച് കൃതാർത്ഥരായി. ഭഗവാൻ പറയുകയാണ്, എന്നെ പ്രാപിച്ച് കൃതാർത്ഥരായി. ഇതിലൂടെ പ്രേമത്തിലൂടെ. എങ്ങനെ? അത് ഞാൻ ഒന്നുകൂടെ വായിക്കാം. കേവല പ്രേമഭാവം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം. ആര്? തിരക്കുകളും ഗോപികളും ഗോക്കളും, എന്തിനാ പാമ്പുകൾ പോലും എന്നെ പ്രാപിച്ച് കൃതാർത്ഥരായി എന്ന് പറയുന്നത്. അപ്പോൾ പരമപ്രേമം ഒന്നുകൊണ്ട് മാത്രം ഭഗവാനെ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ആ പരമപ്രേമം എങ്ങനെയുള്ളത്? ആസക്തിപൂർണമായ പ്രേമ ഉന്മാദമായിരിക്കണം. ഈശ്വരനല്ലാതെ മറ്റൊന്നും കൊണ്ട് എനിക്ക് ശാന്തി കിട്ടില്ല എന്നുള്ള പരമോന്മാദമായ പ്രേമഭാവം. ഇത് രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്. ഒരാളെ വെള്ളത്തിൽ മുക്കി പിടിച്ചു നോക്കൂ, അയാൾ ശ്വാസത്തിന് കിടന്ന് പിടയും. അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലേക്ക് പൊങ്ങി വന്നാൽ മതി എന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ഈ ഭക്തിയിൽ ഉണ്ടാകുന്നത്. അതെങ്ങനെയെങ്കിലും ഒരു ശ്വാസം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവന് ഒരു ശ്വാസം എങ്ങനെയെങ്കിലും കിട്ടണമെന്നുള്ള അത്യാഗ്രഹത്തോടെ മുകളിലേക്ക് പൊങ്ങുന്ന അവസ്ഥ.
ഇതാണ് പരമപ്രേമമെന്ന് രാമകൃഷ്ണ പരമഹംസർ രാമകൃഷ്ണ വചനാമൃതത്തിൽ ഒരിടത്ത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്ന ഒരാൾ ശ്വാസത്തിന് വേണ്ടി കിടന്ന് പിടയ്ക്കുന്നത് പോലെ ഈശ്വരന് വേണ്ടി കിടന്ന് പിടയണമെന്നാണ് രാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. ഇതാ നോക്കൂ, പരമപ്രേമമാകുന്നു ഭക്തിയുടെ സ്വരൂപം. അത് നാരദ ഭക്തി സൂത്രത്തിലുള്ളതാണ്. സാം ത്വസ്മിൻ പരമപ്രേമരൂപ അനിർവചനീയം പ്രേമസ്വരൂപം. ഇതാണ് നാരദ ഭക്തി സൂത്രത്തിലെ വാക്ക്. അതിൻ്റെ മലയാള തർജ്ജമയാണ് പരമപ്രേമമാകുന്നു ഭക്തിയുടെ സ്വരൂപം. പിന്നെ അത് ലഭിച്ച മനുഷ്യൻ എല്ലാറ്റിനെയും സ്നേഹിക്കും, ഒന്നിനെയും വെറുക്കുകയില്ല, നിത്യസംതൃപ്തനായി ഭവിക്കും. ഈ പ്രേമം ലൗകിക സുഖഭോഗങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ ആവിധം സുഖവാഞ്ചകളുള്ള കാലത്തോളം ഈ പ്രേമം ഉണ്ടാവില്ല. ഭക്തി കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു, യോഗത്തേക്കാളും ശ്രേഷ്ഠമാകുന്നു. നാരദ ഭക്തി സൂത്രത്തിൽ നാരദൻ പറയുന്നുണ്ട്, ഇതാ നോക്കൂ, ഭക്തി കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു, യോഗത്തേക്കാളും ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവ രണ്ടും ഭാവാതീതമായ ഒരു പാലത്തിന് വേണ്ടിയാണ് സ്വീകരിക്കുന്നത്. ഭക്തിയാകട്ടെ അതിൻ്റെ തന്നെ ഫലം ഭക്തിയാകുന്നു. കണ്ടോ, ഭക്തിയാകട്ടെ അതിൻ്റെ തന്നെ ഫലമാകുന്നു. സാധനം ഭക്തി, സാധ്യവും ഭക്തി. അപ്പോൾ ലക്ഷ്യവും മാർഗവും ഒന്ന് തന്നെ, ഭഗവാൻ തന്നെ. ഭഗവാനാണ് മാർഗം, ഭഗവാനാണ് ലക്ഷ്യം. ഇതാ ഭക്തിയാവട്ടെ അതിൻ്റെ തന്നെ ഫലമാകുന്നു. സാധനം ഭക്തി, സാധ്യവും ഭക്തി. ഭക്തി നമ്മുടെ മഹർഷിമാർക്ക് ഒരു നിരന്തര ചിന്താവിഷയമായിരുന്നു. ശാണ്ഡില്യൻ, നാരദൻ മുതലായവർ അതിനെപ്പറ്റി ഗ്രന്ഥങ്ങൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അവർക്ക് പുറമെ തികച്ചും ജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന വ്യാസസൂത്ര ഭാഷ്യകാരനും ഭക്തിയെപ്പറ്റി വളരെ ബോധവാനായിരുന്നു. ഭാഷ്യകാരന്മാർക്ക് സൂത്രങ്ങളെയെല്ലാം അഥവാ പലതിനെയും ശുഷ്കജ്ഞാനപരമായി വ്യാഖ്യാനിപ്പിക്കാൻ അതിയായ താല്പര്യം ഉണ്ടായിരുന്നിട്ടും അവർ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചു. ചില സൂത്രങ്ങൾ, പ്രത്യേകിച്ച് ഉപാസനാകാന്ഡത്തിലെ സൂത്രങ്ങൾ ഈ വിധത്തിൽ വളച്ചു കൊണ്ടുപോകാൻ എളുപ്പത്തിൽ വഴങ്ങിക്കൊടുത്തിട്ടില്ല. എന്നിട്ടും അവർ ഭക്തിമാർഗത്തിലേക്ക് തന്നെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ജ്ഞാനത്തിനും ഭക്തിക്കും തമ്മിൽ ജനങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ വലിയ വ്യത്യാസമൊന്നുമില്ല. അവ രണ്ടും അന്യോന്യം അടുത്തടുത്ത് ഒടുവിൽ ഒരേ സ്ഥാനത്ത് കൂടിച്ചേരും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാജയോഗത്തിൻ്റെയും ഗതി ഭക്തിയോഗം തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ അത് പലപ്പോഴും ആലോചനയില്ലാത്തവരെ കബളിപ്പിക്കാൻ കള്ളത്തട്ടിപ്പുകാരുടെയും ശുദ്ധവിദ്യാവിൽപ്പനക്കാരുടെയും കയ്യിൽ ഒരായുധമായി തീരാറുണ്ട്. ആവിധമല്ലാതെ മോക്ഷപ്രാപ്തിക്ക് ഒരു സാധനയായി അഭ്യസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക്, പരമശിവനിലേക്ക് നമ്മെ എത്തിക്കും. ഭക്തിക്ക് ഒരു വലിയ മെച്ചമുണ്ട്. അതാകുന്നു നമുക്ക് മഹത്തായ ദിവ്യ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഏറ്റവും എളുപ്പവും സ്വാഭാവികവുമായ മാർഗം. അതിനൊരു വലിയ ന്യൂനത കൂടി പറയുന്നുണ്ട്. താണപടികളിൽ അത് ദുഷിച്ച് പലപ്പോഴും ബീഭത്സമായ മതഭ്രാന്തായിത്തീരും. കണ്ടോ, അപ്പോൾ ഈ ഭക്തിക്ക് ഒരു ദോഷവശം എന്താ? അതതിൻ്റെ ഏറ്റവും താണപടിയിൽ അത് മതത്തോടുള്ള തീവ്രമായ ഭ്രാന്തായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് എങ്ങനെ വേണം? ഭക്തി ഏറ്റവും ഉന്നതമായ പരമപ്രേമത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതിൻ്റെ താണപടിയായ ഭ്രാന്തിലേക്ക് ഒരിക്കലും അത് നീങ്ങരുത്. അപ്പോൾ ഭക്തിക്ക് അങ്ങനെയും കൂടി ഒരു തരാറുണ്ട്. താണപടിയിലുള്ള, അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള ഈ സഗുണോപാസനയുടെയും അടിയിലുള്ള ആ തൻ്റെ ദർശനത്തോട്, തൻ്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള അമിതമായ കടപ്പാട് കൊണ്ട് അത് പലപ്പോഴും മതഭ്രാന്തായിട്ട് മാറും. അതങ്ങനെയാണ് മത തീവ്രവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഭക്തിയെ എപ്പോഴും ഉന്നതമായ പരമപ്രേമത്തിൽ തന്നെ കൊണ്ടെത്തിക്കണം. പരമപ്രേമം പ്രേമമല്ലാതെ മറ്റൊന്നുമല്ല. ഈശ്വരനോടുള്ള പ്രേമം സകല ജീവികളോടുമുള്ള പരമപ്രേമമായിട്ട് തീരും. ഈ പരമപ്രേമത്തെയാണ്
ഭക്തി എന്ന് നാരദ ഭക്തി സൂത്രത്തിലും ശാണ്ഡല്യ ഭക്തി സൂത്രത്തിലും വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഭക്തിയുടെ ഏറ്റവും ഉന്നത തലത്തിൽ മാത്രമേ നാം വിഹരിക്കാവൂ. അതിൻ്റെ ഏറ്റവും താഴ്ന്ന പടി എന്നുള്ളത് അത് പലപ്പോഴും ഒരു തരം തീവ്രവാദമായിട്ട്, തൻ്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള തീവ്രവാദമായിട്ടത് ചുരുക്കപ്പെടും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അതാണ് നമുക്ക് പറ്റിയ അപകടം. അപ്പോൾ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ തലത്തെ വ്യക്തമാക്കി കൊടുക്കുകയാണ് തിരുമൂലദേവൻ ഈ ഭക്തി യോഗത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഭക്തിയെ എന്ത് പറയുന്നത്? ജ്ഞാനപൂജ, അറിവിൻ്റെ പൂജ എന്ന് പറയുന്നത്. എല്ലായിടത്തും ഈശാവാസ്യം ഇതം സർവം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് പരമപ്രേമമാണ് ഭക്തി. പിന്നെ അതുപോലെ യോഗ പൂജ എന്ന് പറയുന്നതും ആ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക, ഒന്നിച്ച് ചേരുക, അതാണ് യോഗ പൂജ. ഇത് രണ്ടും, ജ്ഞാനപൂജയും യോഗ പൂജയും ഒന്ന് തന്നെയാണ്. അത് ഭക്തി പൂജ തന്നെയാണ്. ഇതാണ് ഭക്തി യോഗത്തിൽ തിരുമൂലദേവൻ ആദ്യ മന്ത്രത്തിൽ തന്നെ നമ്മളോട് പറയുന്നത്. നമുക്ക് ഭക്തിയോഗത്തിൽ കൂടുതൽ കാര്യം ഭാഗവതത്തിലേക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ഭാഗവതം, ഗീത ഗോവിന്ദം, പിന്നെ അക്കമഹാദേവി എന്ന് പറഞ്ഞൊരു മഹാഭക്തയുടെ കവിതകളുണ്ട്. പിന്നെ ഭക്തമീരയുടെ ഒരുപാട് സാഹിത്യകൃതികളുണ്ട്. ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുറച്ച് കാര്യം കൂടെ മനസ്സിലാക്കിയാൽ ഭക്തിയുടെ ഏറ്റവും താണതടിയിലുള്ള അധമ ഭക്തിയിലേക്ക് നാം വഴുതി വീടില്ല. മറിച്ച് ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ പരമപ്രേമത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം ഉയരും. അത് സർവത്തിനെയും പ്രേമിക്കുന്ന ഈശാവാസ്യം ഇതം സർവം എന്ന പരമപ്രേമ അവസ്ഥയാണ്. അതിനെയാണ് നാം ഭക്തി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.